നിമിഷ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. റെഡി ആയിട്ട് എങ്ങോട്ട് പോകുന്ന കൂടി? നമ്മളൊരു കുഞ്ഞു ഷോപ്പിംഗ് ആണ് കേട്ടോ, നമ്മുടെ മിറക്കുട്ടിന്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ആണ്. ബർത്ത്ഡേ എന്നാ 14th of March കേട്ടോ. 14th of March. അപ്പൊ ഇനിയിപ്പോ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ നമ്മള് പതുക്കെ ഡ്രസ്സും പിന്നെ കുട്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് കേട്ടോ. കേക്ക്, ഗിഫ്റ്റ് ഒന്നും ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. അവക്ക് പ്രിൻസസ് വേണം, അത് ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആകെ ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഇവക്ക് എന്ത് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ അല്ല, നേരത്തെ പോലെ അവക്ക് ഫ്രോസൺ ആയാൽ മതി. ഫ്രോസൺ ഇല്ല നമ്മുടെ ഡിസ്നി ക്യാരക്ടർ, ഫ്രോസൺ ആയാൽ മതി എന്നൊക്കെ എന്നും പറയൂട്ടോ. ഇതുവരെ ഒരു സാധനം മേടിച്ചില്ല. കേക്ക് അതുപോലെ ഗിഫ്റ്റ് ഒക്കെ മേടിക്കണം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ച് അവധി കിട്ടി. കുറെ നാളുകൾ കഴിച്ചു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത. എനിക്കൊന്ന് 6 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് പേര് നമ്മുടെ കമന്റ് ചെയ്യുന്നുണ്ട് എന്താ വീഡിയോ ഡെയിലി ഇടാത്തത്. പക്ഷെ നമുക്ക് ഡ്യൂട്ടി ഡ്യൂട്ടി ഇപ്പം നമുക്ക് അങ്ങനെ എനിക്കുള്ളപ്പോ ഇച്ചായന് കാണാം. അങ്ങനെ ഒരു ഫുൾ ഒരു ഓൾട്ടർനേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് നമുക്ക് 2 പേർക്കും ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെ ഒരു 6-7 ദിവസമായിട്ട് നമുക്ക് അടുപ്പിച്ച് ഡ്യൂട്ടി ആയിരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി കൂടെ പാടാണ്. മാത്രമല്ല നമ്മുടെ TV കണ്ടോ, വർഷങ്ങളല്ല മാസങ്ങളായിട്ട് ആ TV അവിടെ അങ്ങനെ എംറ്റി ആയിട്ട്, അതായത് കേടായി പോയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. TV ഇവിടെ ഇരിപ്പുണ്ട്. ഇതുവരെ നമ്മൾ കൊണ്ട് ഡിസ്പോസ് ചെയ്തില്ല, കേടായി പോയതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്ന് ചിലപ്പോൾ ഒരു TVയും കൂടെ മേടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു വേണ്ട അടി, നമുക്ക് ഇതിനകത്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇച്ചാൻ പറഞ്ഞത് നമുക്ക് ഒരു TV മേടിച്ചാൽ അവിടെ അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ആ സ്ഥലം അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കിടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം. നമുക്ക് ആദ്യം കുഞ്ഞു TVയിലൊക്കെ കണ്ടിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കണ്ട് ഓക്കെ ആയി. കുഞ്ഞു TV വെച്ചോട്ടോ, നമ്മളൊക്കെ കുഞ്ഞു TVയിലാണ് പണ്ട് മുതലേ നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാലും വലിയ TVയിൽ നിന്ന് കുഞ്ഞു TVയിലേക്ക് പോയപ്പോൾ നമുക്ക് ആ ഒരു ഇപ്പൊ നമുക്ക് കുഞ്ഞു TV മതി. സത്യം പറഞ്ഞാൽ ടിവിക്ക് ഒരു കുഴപ്പമില്ല, കാണാനും പ്രശ്നമില്ല. നമുക്ക് നോക്കാം, നല്ല എന്തെങ്കിലും ഓഫർ കിട്ടിയാൽ നമുക്ക് മേടിക്കാം കേട്ടോ. ഏതായാലും ഇന്ന് കുറച്ച് കാശ് കൂടിയാൻ സാധ്യത ഉണ്ടല്ലേ മിഷ? നിനക്കൊന്നും മേടിക്കുന്നില്ലല്ലോ അല്ലേ? സമയമുണ്ടല്ലോ പിന്നെ മേടിക്കാം. ഇറങ്ങിയാലോ പോയേ? ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം അല്ലേ? അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും ഈ ടിവിക്കൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ ഡിഷ? ചെറിയ TV ആണെങ്കിലും നല്ല സമാധാനമുണ്ട് കാണാനായിട്ട്. ഒരു കുഴപ്പമില്ല. റേഞ്ചിന് എന്തെങ്കിലും നമ്മുടെ ഇതിൽ ഒതുങ്ങുന്ന പോലെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒത്തിരി എക്സ്പെൻസ്, കാരണം ഇപ്പൊ ഞങ്ങൾ നല്ല ടിവിയാണ് ഞങ്ങൾ സാംസങ്ങിന്റെ ഞങ്ങൾ മേടിച്ചു. എന്താ പറ്റിയത് 2 വർഷം കഴിയുമ്പോൾ അത് കേടായി പോയി. അതെ, അതുകൊണ്ട് ഞാൻ പൈസ നമുക്ക് റീഫണ്ട് ചെയ്തോളൂ. പക്ഷെ എന്നാലും ഞാൻ വിളിച്ചാലോട് നമുക്ക് സാംസങ് ഇനി മേടിക്കണ്ടാന്ന്. കാരണം നമുക്കിനി വേണമെങ്കിൽ വേറെ LGയോ അല്ലെങ്കിൽ ഇച്ചിരി കുറഞ്ഞതാണെങ്കിലും നമുക്ക് മേടിക്കാം. പറഞ്ഞ് നമുക്ക് നോക്കാം ഒന്ന് കേട്ടോ. മിറക്കൂടെ സ്കൂളിൽ പോയി കേട്ടോ. അവളെ രാവിലെ സ്കൂളിൽ വിട്ടു. മിറ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് സ്പെഷ്യൽ അതിഥികളൊക്കെ വരുന്നുണ്ടല്ലേ വിഷ? അതെ സർപ്രൈസ് ആണ് കേട്ടോ, കാണിക്കാട്ടോ. സർപ്രൈസ്, നമ്മുടെ സ്ഥിരം സർപ്രൈസ് ആണ് അല്ലേ? സ്ഥിരം സർപ്രൈസ് ആണ്. അവര് നാളെ എത്തും. ആളെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണാം. നാളെ വരും. നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാം. എന്നാ നീ ഇറങ്ങിക്കോ, സമയം കളയണ്ട. പുതിയ നല്ല പുഴുങ്ങിയ കോഴിമുട്ട പോലെ എല്ലാം പോയില്ലേ? വേറെ സ്ഥലം കൊള്ളായിച്ചാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോ ഞാനിത് അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്നല്ല, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിട്ട് കുറച്ച് വൃത്തിയായിട്ട്. അതേപോലെ ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല എന്നാ പറഞ്ഞു. നിമിഷ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന സമയത്തിന് അത് ഞാൻ ഞെട്ടിപ്പോയി. നമുക്കിപ്പോ എല്ലാം ഫുള്ള് കളഞ്ഞു. നന്നായിട്ട് താടിയും മീശയൊക്കെ ഉണ്ടായിരുന്നാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ആരും തിരിച്ചറിയുന്നില്ല കേട്ടോ. പരിചയമുള്ളവരൊക്കെ എന്നെ കണ്ടിട്ട് ഞാൻ ഹൈ പറയുമ്പോ അവര് ചിരിച്ചിട്ടങ്ങ് പോവാ. പിന്നെ 2 സെന്റ് കഴിഞ്ഞിട്ട് അയ്യോ നീ ആയിരുന്നു വരുന്നത് അല്ലേ? ഇച്ചാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഇച്ചാന്റെ മുഖത്ത് ചെയ്യാറുണ്ടോ? നമ്മുടെ മുഖത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ വെട്ടും വടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കുഴപ്പമില്ലാന്ന് വിചാരിക്കും അല്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്ക് പോയേക്കാം. നല്ല നീല ആകാശം, എനിക്ക് ഒരു മേഘം പോലും ഇല്ല കേട്ടോ. ഇന്ന് നല്ല ചൂടാന്ന് തോന്നുന്നു നിമിഷ. ഇന്ന് ചൂടുണ്ട്. എനിക്ക് ഒരു ഒറ്റ മേഘം ഉണ്ടോന്ന് എനിക്ക് ആകാശത്ത്. മറ്റേ ചന്ദ്രനെ കാണാം കേട്ടോ, ഓൾറെഡി വന്നിട്ടുണ്ട്. നിമിഷാനെ ഇപ്പൊ കാണുമ്പോ എനിക്ക് മറ്റേ സമ്മർ ഇൻ ബത്ലഹേമിലെ നമ്മുടെ മഞ്ജു വാര്യരില്ലേ, അതുപോലെ ചൂളമടിച്ച് കറങ്ങി കിടക്കും ആ ഡ്രസ്സാട്ടോ. അതുപോലെ ഷർട്ട്. അതെ കേട്ടോ, കൊള്ളാം. ഞാൻ അങ്ങനെ ഇടാറില്ലടാ വല്ലപ്പോഴും. എന്റെ മമ്മിക്ക് ഞാൻ ഷർട്ട് എടുത്ത് ഭയങ്കര ഇഷ്ടമാണോ. ആണോ? മമ്മിക്ക് ഭയങ്കര ഇഷ്ടം. മമ്മി എപ്പോഴും പറയും. കണ്ടിട്ടില്ല നീ അങ്ങനെ അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഇടാറില്ല. ഇച്ചാനും വലിയ താല്പര്യമില്ല. ഇച്ചാൻ ഇഷ്ടം. എനിക്കിഷ്ടം. ഞാൻ ഷർട്ടല്ല, നിനക്ക് ഞാനല്ലേ മേടിച്ചത്. സക്രാരി നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് രസമല്ലേ? അതെ, നമ്മുടെ ചാച്ചൻ മേടിച്ചതെന്നാണ് കേട്ടോ. ഭയങ്കര രസം. ഞാൻ എന്റെ വണ്ടിയിൽ അങ്ങ് ചെയ്തു. എനിക്ക് ഭയങ്കര മറ്റേ ലെക്സസിൽ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന, പക്ഷെ അതിൽ ഒട്ടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിന്റെ ആ ഭാഗത്ത് ഒട്ടില്ല കേട്ടോ. അതിന്റെ കാരണം ഇവിടെ മൊത്തം സ്പോഞ്ച്. അയ്യോ, മറ്റേ സ്പീഡ് ക്യാമറ ആണെന്ന് തോന്നുന്നു കേട്ടോ.
അമ്മാന് അടുത്ത ഫൈൻ അടിക്കാനുള്ള അതാ ഞാൻ പെട്ടെന്ന് നോക്കിയത്. എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഫൈൻ വരാറുണ്ട്. പ്രതീക്ഷിക്കാത്തടുത്ത് അവര് എവിടെ വെച്ചേക്കണു. അല്ല എന്തോ ഫൈൻ അടച്ചടിച്ച് മടുത്ത്. അങ്ങനെ ഞങ്ങളുടെ ആഗോള ഷോപ്പിംഗ് സെന്ററിലേക്ക് ഞങ്ങൾ എത്തിയിട്ടോ. ഞങ്ങളുടെ ഡബ്ബോയിലുള്ള ഒറാന മാൾ. അതെ, ഞങ്ങളുടെ അവിടെ അടുത്തൊരു ഷോപ്പിംഗ് മോള് കഴിയാറായിട്ടോ. ഞങ്ങൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് തീർന്നു പിന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും വരണ്ടല്ലോ. ആവശ്യമേ ഇല്ല കേട്ടോ. ഈ ഷോപ്പിംഗ് മാളിനെ ഞങ്ങൾ മറക്കം കേട്ടോ. അവന് എനിക്ക് 5-6 മാസത്തിനുള്ള റെഡി ആവുമെന്ന് തോന്നുന്നു. അതെ അങ്ങനെ നിമിഷ കുറച്ച് സാധനങ്ങൾ മേടിച്ചോ. ഡ്രസ്സാണ് നിമിഷ കുഞ്ഞു കുഞ്ഞു കുറച്ച് ഗിഫ്റ്റ് അങ്ങനെ മേടിച്ചു. ഡ്രസ്സ് കിട്ടിയില്ലാട്ടോ. ഡ്രസ്സ് ഞങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടിയില്ല. നിമിഷ ഡ്രസ്സ് കിട്ടിയില്ലോ. ഇല്ല ഡ്രസ്സ് കിട്ടിയില്ല. വേറെ അല്ലാത്ത സാധനങ്ങൾ കുറച്ച് മേടിച്ചു കേട്ടോ. എല്ലാം നിങ്ങളെ കാണിക്കാട്ടോ. ബർത്ത്ഡേ അത് കാണിക്കാല്ലേ. കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ സാധനങ്ങൾ ഇരിക്കട്ടെ അവർക്ക് തുറക്കാനായിട്ട്. ഞങ്ങളെ അവളുടെ മനസ്സിലുള്ള സംഭവം ഞങ്ങൾക്ക് കിട്ടി. ആദ്യത്തെ കട ഞങ്ങൾ കുറേ ഉടുപ്പൊക്കെ കണ്ടു. ഞങ്ങൾക്ക് അതങ്ങോട്ട് എനിക്കങ്ങോട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടെ വരാം. പക്ഷേ ഇത് മനസ്സിനിണങ്ങി അവൾക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് അടിപൊളി ഒരു സംഭവം കിട്ടിയിട്ട് അവൾക്ക് അതാണ് വേണ്ടത്. അപ്പം അത് തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ പേര് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ എടുക്കണം ഞങ്ങൾക്ക് കേട്ടോ. അതെ അതെ. അങ്ങനെ നമ്മൾ കുറെ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ഡ്രസ്സുകളെല്ലാം കിട്ടിട്ടോ. അതെ, ഇനി അവളുടെ മെയിൻ ഗിഫ്റ്റ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. മെയിൻ ഗിഫ്റ്റ് ഇതുവരെ കിട്ടിയില്ല. അത് ഇവിടെ ഇല്ലാതെ കേട്ടോ. നമ്മൾ നോക്കിയ സാധനം കിട്ടിയില്ല. വേറെ എവിടെയെങ്കിലും പോയി നോക്കണം നമുക്ക് കൊണ്ടുപോകുന്നല്ലേ. നിമിഷം ഇവിടെ വാച്ചുകളിലേക്ക് നോക്കി. ഞാൻ ഉദ്ദേശിച്ച വാച്ച് ഇതല്ല ചായ. ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച സ്മാർട്ട് വാച്ചാ. ആണോ? നിമിഷക്ക് ഇതുപോലത്തെ ഒരു വാച്ച് ഞാൻ മേടിച്ചു കൊടുത്താ. അതിപ്പോ ഇതില് പോയെന്ന് അറിയത്തില്ല അല്ലേ? അതുപോലത്തെ അല്ലേ? ഇതുപോലത്തെ ജിഷോക്കിന്റെ വാച്ചാ. ശരിയാ, ഓർക്കുമ്പോ ഒരു സങ്കടം. മേടിച്ചാലേ ചായ പിന്നല്ല $999. കണ്ണ് കാണാൻ പാടില്ല. 799 അടി മോതിരല്ലേ നീ പറയാ? ഇതാ മാലയാ പോലത്തെ മാലയും. അത് കൊള്ളാലോ. അടിപൊളി സാധനമാണല്ലോ. $999. അടുത്ത ബർത്ത്ഡേക്ക് ആവട്ടെ. അതാ പറഞ്ഞ അപ്പത്തേക്ക് വേറെ സാധനം കാണിച്ചു. അത് മതി. അങ്ങനെ എന്റെ വിശപ്പ് സഹിക്കാൻ പാടില്ല. ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. ബൂസ്റ്റിന്ന് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു. പിങ്ക് ലെമണൈഡ്. നിനക്ക് വേണ്ടല്ലോ അല്ലേ? നിനക്ക് വിശക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. ഇത് കേട്ടോ നേരെ മറ്റേ ടി വി നോക്കാൻ പോകണം അല്ലേ? ടി വി പോയി നോക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അവിടെ തന്നെ കേക്ക് മേടിച്ചില്ല. കേക്ക് മേടിക്കണം. കൊള്ളാട്ടോ. വലിയ മധുരമില്ല. നമ്മളങ്ങനെ മെറക്കൊന്ന് കേക്ക് മേടിക്കാൻ വന്നോട്ടെ. എന്നെ രസമല്ലേ? ബട്ടർഫ്ലൈന്റെ മേടിക്കണം. നല്ലല്ലേ? വെറൈറ്റി കേക്ക് കിട്ടും കേട്ടോ ഇവിടെ. നമ്മള് കഴിഞ്ഞ റീബൂട്ടിനെ പെടുന്നില്ല മേടിച്ച. നമ്മുടെ കേക്കിന്റെ ഡിസൈൻസ് നോക്കിക്കൊണ്ടിരിക്കട്ടോ. ഇഷ്ടം പോലെ ഡിസൈൻ ഉണ്ടല്ലേ. കൊള്ളാല്ലേ? ഇതിന്റെ ഒരു വേറെ വേർഷൻ ആണ് കുറച്ചുകൂടെ ഒരു ഫ്രോസൺ തീമാട്ടോ. ഇതിന്റെ അകത്തേക്ക് കയറാൻ പോട്ടെ. പൈസ പോണ വഴി കാണത്തില്ല. കയറിയോ ടി വി നോക്കാനായിട്ട് കയറണേ. അങ്ങനെ ഞങ്ങള് ടി വി ഒക്കെ മേടിച്ചു കേട്ടോ. ഞങ്ങൾ വരുമ്പോ കാണിക്കാം കേട്ടോ. ഡെലിവറി നാളെ ഡെലിവറി ചെയ്യത്തുള്ളൂ അല്ലേ? വലിയ ടി വി ആട്ടോ. നമ്മുടെ പഴയ ടിവിയുടെ. പക്ഷെ ഞങ്ങൾ സാംസങ് അല്ലേ പ്രാവശ്യം മേടിച്ചോട്ടോ. LG ആണ് മേടിച്ചത്. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പൈസ റീഫണ്ട് ചെയ്ത് തന്നു. എന്നാലും നമുക്ക് ഇത്രയും നമ്മൾ ആശി മേടിച്ചിട്ട് പെട്ടെന്ന് ഇത്രയും ഒരു ടി വി ഇങ്ങനെ ആവുന്ന ഭയങ്കര ഒരു സങ്കടം വന്നിട്ടുണ്ട്. അവിടെ ഞാൻ സാംസങ് എന്റെ എടുക്കുന്നത്. നീ വിഷമിച്ചിരിക്കുന്നത്. ടി വി മേടിച്ചോട്ടോ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആ കാശ് അവിടെ തീർത്ത് ആവുമ്പോ മറ്റേ ടിവിയുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടിയായിരുന്നു. ഏകദേശം അതേ പൈസ മേടിക്കണായിരുന്നു. പിന്നെ ഞങ്ങൾ ലേറ്റ് ആയി മേടിച്ചേ ഉള്ളൂ. ഇനി എന്നാ പരിപാടി നിമിഷം? എനിക്ക് വിശക്കുന്നുണ്ടോ? ഇനി ആ ജ്യൂസിൽ നിൽക്കും തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. പയ്യെ എന്തെങ്കിലും പോയി കഴിക്കാം. അതിന് ചെറിയ ഗ്രോസറികൾ മേടിക്കണം അല്ലേ? അവിടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഞങ്ങളപ്പതേ കുറച്ചും കൂടെ ഗിഫ്റ്റ് മേടിച്ചു കേട്ടോ. എത്ര മേടിച്ചിട്ടൊക്കെ മതിയാവുന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്രാവശ്യം ഓർത്തു കുറച്ച് ആക്ടിവിറ്റീസ് പോലെ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന്. എപ്പോഴും നമ്മളിങ്ങനെ പാവയും ഇതൊക്കെ കൊടുക്കുന്നതിനേക്കാളും കുറെ ബുക്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്ത് ഇപ്രാവശ്യം കേട്ടോ. പിന്നെ അതുപോലെ എന്തെങ്കിലും പസിലൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇച്ചിരി നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്തു കേട്ടോ.
വിശക്കാൻ തുടങ്ങിയില്ലേ? രാവിലെ ഇറങ്ങിയതല്ലേ, ഇപ്പൊ മണി വയറ് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിശക്കാൻ തുടങ്ങിയത്. കേറിയോ? ഞങ്ങൾ അവസാനം കോട്ടയിൽ വന്നു ചിക്കൻ കഴിക്കാല്ലേ നിഷ? അതെ, ചിക്കൻ ഇവിടത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഗ്രിൽഡ് ചിക്കൻ ആണ് കേട്ടോ. ഹെൽത്തി ചിക്കൻ ആണ്. അതുകൊണ്ട് ഞങ്ങള് ഹെൽത്തി ആയാണല്ലോ ഞങ്ങൾ, എന്നാണല്ലോ ഞങ്ങളുടെ വെപ്പ്. ചിക്കൻ അടിക്കാം അല്ലേ? ഗ്രിൽ ചിക്കൻ. നമ്മുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ, പിന്നെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ബർഗർ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ലേ? എന്താ കിട്ടിയത്? നമ്മള് ചിക്കൻ കഴിക്കാണ് വന്നത്. ഇപ്പൊ നമ്മൾക്ക് നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിട്ട് നമുക്കൊരു ബർഗർ ഫ്രീ ആയിട്ട് കിട്ടും. ചിലപ്പോ ഞങ്ങൾ ഇത് വീട്ടിൽ കൊണ്ടുപോകും, കഴിച്ച് തീർന്നില്ലെങ്കിൽ. എന്ത് വലുതാണ് ഇതിനകത്ത്. നമ്മൾ ആഡ് ചെയ്യാവുന്ന എല്ലാം ആഡ് ചെയ്തിട്ടാ. ചിക്കൻ ഉണ്ട്. ഓ, ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്തൊന്നും ഇല്ലടേ. ഇത് ഹലോമി ചീസാണ് കേട്ടോ നിമിഷ. പിന്നെ അതെ ചിക്കൻ ഉണ്ട്. ഈ ചിക്കനിൽ അവരൊരു സ്പെഷ്യൽ സോസ് തരും കേട്ടോ. ഒപ്പോട്ട കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ. നിമിഷം ഇതെങ്ങനെ കഴിക്കൂടെ? വലിപ്പം കണ്ടോ? നീ മുറിച്ചു തരാൻ പറയാണെന്നല്ലേ? അടിപൊളി. ഒരു സോസ് ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? സ്പൈസി സോസ് അല്ലേ? അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് വയറ് പൊട്ടാറായി. കഴിക്കാൻ പറ്റില്ല. നമ്മൾ പകുതി ബോക്സിലാക്കി. നിമിഷം വീട്ടിലേക്ക് പോയപ്പോഴേ എല്ലാം കഴിഞ്ഞ്, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ്. കൊച്ചിനൊരു ഗിഫ്റ്റ് ശരിക്കും നല്ലൊരു പാവം മേടിക്കാൻ പറ്റിയില്ല. അത് നമുക്ക് ഇനി പറ്റുവാണെങ്കിൽ വൈകിട്ട് ബാക്കി അവൾക്ക് കുറെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും ബുക്കുകളൊക്കെ വാങ്ങിച്ചു അല്ലേ? എല്ലാം വാങ്ങിച്ചു. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മൾ ഗസ്റ്റിനും ഒരു കുഞ്ഞു ഗസ്റ്റ് വരുന്നുണ്ട്, അവനും നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം കേട്ടോ. ആരാ വരുന്നതെന്ന് ഗസ്റ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് ഗസ്റ്റ് ചെയ്യുന്നവർക്ക്, ഗസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് നമ്മൾ അടുത്ത വീഡിയോയിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കും അല്ലേ വിഷ? അതാരാണ് സ്പെഷ്യൽ ഗസ്റ്റ് എന്നുള്ളത്. നമ്മൾ സ്ഥിരം ഗസ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, വിടാം. നമ്മൾ മിറക്കുട്ടനെ വിളിക്കാൻ പോവാണ് കേട്ടോ. മിറക്കുട്ട സ്കൂളെത്തി. നല്ല വെയിലുണ്ട്. നമ്മൾ പുറത്തൂടെ നടന്നുകൊണ്ട് എസിക്കകത്തൂടെ നടന്നുകൊണ്ട് നമുക്ക് അറിയാനില്ല അത്ര. നേരത്തെ വിളിക്കാം. 3:30 ആയോളൂ. സാധാരണ നമ്മൾ 5 മണിക്കാണ് വിളിക്കുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ നേരത്തെ വിളിച്ചേക്കാം. രണ്ടുപേരും ഉള്ളപ്പോ ഞങ്ങൾ അവളെ നേരത്തെ വിളിച്ചോണ്ട് വരും. Who is this? What? What? ഇതാരാ ഇത്? വണ്ടി കയറി ചൂട്. ഉമ്മ വെച്ചതാ. മൊത്തം മണ്ണ എന്റെ ചുണ്ടേല്. ആണോ? പിന്നെ അല്ല. ആണോ? മേർക്കുട്ട ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു മീറ? സൂപ്പർ ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു മീറ ക്ലാസ്? സൂപ്പർ ആണോ? ഉറങ്ങിയില്ല. സന്തോഷം. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അതിന്റെ ബാക്കി നമ്മൾ അവള് ചുമ്മാ പറയുന്ന ടീച്ചർ പറഞ്ഞു ഉറങ്ങിയില്ലെന്നോ? ടീച്ചർ പറഞ്ഞു ഉറങ്ങിയില്ല, മറുപടി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. ഷി വാസ് വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ പറഞ്ഞേ, നീ ഇങ്ങനെയാണോ സ്ലീപ്പ് ചെയ്യുന്നത്? ഉറങ്ങിയില്ലെങ്കിലേ നമുക്ക് ഭയങ്കര ശല്യം. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. വീട്ടിൽ വന്നു കഴിയുമ്പോ പിന്നെ അവള് അല്ലെ വാശിയൊക്കെ കാണേ. പിന്നെ ഉറക്കിയാലും ശരിയാവില്ല. രാത്രിയിൽ ഉറങ്ങത്തുമില്ല അല്ലെ? പിന്നെ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ഉറങ്ങാതിരിക്കാം. നേരത്തെ ഉറങ്ങിക്കോളും. ഇവർക്ക് നേരത്തെ കുഞ്ഞു ക്ലാസ് ആയിരുന്നപ്പോഴേ ഇവള് എല്ലാവരും ഉറങ്ങുമായിരുന്നു. അപ്പൊ അവളും കൂടെ ഇറങ്ങും. ഇപ്പൊ ഇച്ചിരി വലിയ ക്ലാസ്സിൽ ഇവൾക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പത്തേനും എല്ലാരും ഉറങ്ങില്ല. വലിയ പിള്ളേരല്ലോ. അമ്മയിലേ വന്നോ? ആണോ? ആണോ? എല്ലാരും കളിച്ചോ? മേര് മൊത്തം മണ്ണ. നേരെ കൊണ്ട് കുളിപ്പിക്കാം. കാണിക്കാം. അതൊക്കെ മിറയുടെ ബർത്ത്ഡേ പ്രസന്റ് പിന്നെ കാണിക്കാം കേട്ടോ. ബർത്ത്ഡേക്ക് തരാം. ഓക്കെ, മിറപ്പൊക്കെ ബർത്ത്ഡേക്ക് തരാടി തരാം. ഓക്കെ, അതിനകത്തൊന്നും ഇല്ലടി. പകുതി സാധനം എല്ലാം ഞാൻ അതിനകത്ത് കയറ്റി വെച്ചിട്ട് ഓൾറെഡി ഇവള് കാണാതെ. പൊക്കെ ഓടിച്ചല്ലേ ചെല്ല.
ചെല്ലോ അത് കയറ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. മെറക്കുട്ടിന് ജ്യൂസ് കൊടുക്കണം കേട്ടോ. മിറയ്ക്ക് ഇനി ഇപ്പം പയ്യെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ മെറക്കുട്ടിനെ കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകണം കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കുളിപ്പിക്കുന്നില്ല, ഞങ്ങള് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ വാട്ടർ പാർക്കിൽ പോട്ടോ. ശരിക്കും പോകുന്ന സ്ഥലം പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഞങ്ങള് പല്ലൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. മിറയോട് പറഞ്ഞ അവള് വഴക്ക് കൂടും, അതുകൊണ്ട് അവളോട് പറയുന്നില്ല കേട്ടോ. നിമിഷ പയ്യൊരു നല്ലൊരു പാട്ടുകൂടെ പാടി നമ്മുടെ വീഡിയോ അതിന്റെ ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കൊയിലിനു കല്യാണം. ആലിൻ കൊമ്പത്തന്തിയുറങ്ങും പോലെ ഞാലിക്കു പൂത്താലേയോ. ആറ്റിലൊളിച്ചു കളിക്കണമീനെ കാറ്റിൽ എനിക്കെന്തോ മിറ അടക്കുന്ന ഒച്ച അടക്കപ്പെടുന്ന ചിരി വധിച്ചായ. ആറ്റിലൊളിച്ചു കളിക്കണമീനെ കാറ്റിൽ കൊടുകുഴലൂതണ കാറ്റ് കാത്തള കെട്ടി കൈവളയിട്ടു കല്യാണത്തിനു പോകേണ്ടേ. എന്തോ ഒരു ഒച്ച ഇവിടെ കേൾപ്പിക്കും. ചിരി വന്ന അമ്മയ്ക്ക് അമ്മനെ ചിരിപ്പിച്ചു. നല്ല പാട്ടായിരുന്നു കേട്ടോ. നാളെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളെ വിളിക്കാനായിട്ട് പോകും കേട്ടോ. നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാം. വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാല്ലേ. അപ്പം ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. നേരത്തെ പറഞ്ഞ മറക്കണ്ട, ആരെ വരുന്നതെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മേരക്കോട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എല്ലാവരും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ നിമിഷം മേർക്കോട്ടാ ബൈ പറഞ്ഞു. ആണോ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയ കൊച്ചിനെ കാണിച്ചേ. ആ മെറിക്കുട്ടാ എല്ലാരും സ്റ്റിക്കർ കാണിച്ചു കൊടുത്തേ. കണ്ടോ യൂണിക്കോൺ കിട്ടി അല്ലേ മിറ? ബട്ടർഫ്ലൈ ഉണ്ടോ?